ഞാൻ ജയ റെജി മത്തായി. അങ്ങനെ 2025 ഇൻ്റർനാഷണൽ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ, അതായത് സ്ത്രീകൾ, ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകൾ ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മളൊന്ന് നോക്കുമ്പോൾ ഈ സമയത്ത് 2025 നമ്മളിൽ പലരും, ഒരു കൂട്ടം ആൾക്കാർ ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു കാര്യമുണ്ട്. സുനിത വില്യംസ് ബഹിരാകാശത്തിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഈ ഭൂമിയിലുള്ള അവളുടെ ജീവിതം എങ്ങനെയായിരിക്കും? അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അതോടൊപ്പം തന്നെ ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാകും എന്ന് വിഷമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അതോടൊപ്പം തന്നെ ഇങ്ങനെ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും, പല പീഡനങ്ങളും തങ്ങളുടെ കുടുംബത്തിലും വെളിയിൽ നിന്നും അനുഭവിക്കുന്ന ഒട്ടേറെ സ്ത്രീകൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരു പക്ഷേ പാവപ്പെട്ട പൈസ ഇല്ലാത്തവരുടെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണെന്ന്. അത് അങ്ങനെയല്ല, ഒരിക്കലുമല്ല. ഇപ്പോൾ വളരെ വിദ്യാഭ്യാസമുള്ളവരും അതുപോലെ തന്നെ പണമുള്ളവരുടെ വീട്ടിലും പല സ്ത്രീകളും അവരുടെ അടുക്കളയിൽ അടിച്ചമർത്തി ഇട്ടിരിക്കുകയാണ്. അവർക്ക് പുറത്തോട്ട് വരണമെന്നുണ്ട്. അവർക്ക് പല സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളുമുണ്ട്. അതൊക്കെ അവരുടെ കുടുംബത്തിനും ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്തവരാണ്. പക്ഷേ അന്ന് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഭാവിയിലുള്ള അവരുടെ ഗോളുകളും ഒരുപക്ഷെ തൻ്റെ കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തപ്പോൾ ആ സമയത്ത് അവർ സന്തോഷത്തോടെ ആയിരിക്കും അത് ചെയ്തത്. പക്ഷെ കാലങ്ങൾ കുറേ കഴിയുമ്പോൾ അവർ തന്നെ തിരിച്ചറിയുന്നു, ഞങ്ങൾക്ക് ഇതിൽ പരമായി പലതും നേടാനുണ്ടായിരുന്നു, പല സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പറ്റം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അന്ന് തന്നെ പഠിക്കണം, ജോലി ചെയ്യണം, കൂടുതലായിട്ട് ലൈഫ് അഡ്വാൻസ് ചെയ്യണം, ഇങ്ങനെ ഡ്രീമുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പല ആൾക്കാരുടെയും നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഒരു പക്ഷേ പാവപ്പെട്ടവരുടെ ഇടയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് എല്ലാവരുടെ ഇടയിലും, അതായത് പണമുള്ളവരുടെ ഇടയിലും പണമില്ലാത്തവരുടെ ഇടയിലും വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിലും ഇല്ലാത്തവരുടെ ഇടയിലും നടക്കുന്ന ഒരു കാര്യമാണ്. പലരും തങ്ങളുടെ സ്വപ്നങ്ങളും തങ്ങളുടെ ഗോളുകളും തങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ട് ഇപ്പോൾ വിഷമിക്കുന്ന പലരെയും എനിക്കറിയാം. ഇപ്പോൾ ഈ ഇടയായിട്ട് എനിക്കൊരു വീട്ടമ്മയുമായിട്ട് ഈ വീട്ടമ്മയെ പറ്റി പറയുമ്പോൾ നല്ല അതിപുരാതന നല്ലൊരു കുടുംബത്തിലെ സാമ്പത്തിക ശേഷിയും വളരെ നല്ല രീതിയിലുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി, അതുപോലെ തന്നെ ചേരുന്ന ഒരു കുടുംബത്തിലുള്ള പയ്യനുമായിട്ട് കല്യാണം കഴിച്ചു. കല്യാണത്തിൽ നോക്കുമ്പോൾ പയ്യൻ ഇച്ചിരി ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് രീതിയിലൊരു മദ്യപാനിയൊക്കെ ആയിരുന്നു. പക്ഷേ കുടുംബം ഒന്നും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഈ പെൺകുട്ടികളെ വീട്ടുകാർ വേണ്ട വിധം സാമ്പത്തികം കൊടുത്ത് തന്നെ ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി നല്ല വിദ്യാഭ്യാസമുള്ളവളാണെങ്കിലും പിന്നീട് അവളുടെ ജീവിതം അവളുടെ ഭർത്താവിനും അവരുടെ കുടുംബത്തിനും വേണ്ടി അങ്ങ് സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ ഭർത്താവ് ഇവളുടെ സാമ്പത്തികവും കൂടെ ഉപയോഗിച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡായി. അപ്പം വെളിയിൽ നിന്ന് നോക്കുമ്പം നല്ല സന്തോഷകരമായ കുടുംബം, 3-4 കുട്ടികളായി, ആവശ്യത്തിന് സ്വത്തുണ്ട്. ഭർത്താവിനാണെങ്കിൽ കേരളത്തിലെമ്പാടും നല്ല ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു. വളരെ സന്തോഷകരമായ ജീവിതം. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പം വളരെ സ്മൂത്തായിട്ട് പോകുന്നു. അപ്പോൾ ഈ സ്ത്രീയുമായിട്ട്, ഈ അമ്മയുമായിട്ട് എനിക്ക് ഈയിടെ ഒന്ന് സംസാരിക്കാൻ പറ്റി. അപ്പോഴാണ് നമ്മൾ ആ സ്ത്രീയുടെ വിഷമം മനസ്സിലാക്കുന്നത്. അതായത് നേരം വെളുപ്പാൻ കാലം എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി പള്ളിയിലും പോയി തിരിച്ചു വന്ന് പിന്നെയും വീട്ടിലെ കാര്യങ്ങൾ, അതായത് വീട്ടിൽ അമ്മായിപ്പനുണ്ട്, അമ്മായിയമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, കുട്ടികളുണ്ട്, ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ പെൺകുട്ടിയാണ്.
അതുപോലെ തന്നെ വീട്ടിൽ ജോലിക്കാരൊന്നുമില്ല, എല്ലാ ജോലിയും തന്നെയാണ് ചെയ്യുന്നത്. ആ വീട്ടിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ, ഇത്രയും ബിസിനസ് സാമ്രാജ്യമുള്ള ഈ മനുഷ്യൻ്റെ വീട്ടിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഇല്ല. ഈ സ്ത്രീ ഇപ്പോഴും അടുപ്പിൽ വിറകെല്ലാം കത്തിച്ചാണ് ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നത്. അതും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയല്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. സാമ്പത്തികമായിട്ടും വളരെ ഉയർന്ന നിലയിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. അവളുടെ പൈസയും കൂടെ കൊടുത്താണ് ഈ ബിസിനസ് എല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്നത്. എന്നിട്ടും അവൾ അനുഭവിക്കുന്ന യാചനകൾ, പിന്നെ അങ്ങോട്ട് അവൾ പറയുന്ന യാചനകൾ, അവളുടെ ഓരോ വിഷമങ്ങളും കേട്ടാൽ നമ്മൾ തന്നെ ഓർക്കും, ഇത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണോ? ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്, സാമ്പത്തികമായിട്ട് ഉയർന്ന കുടുംബത്തിൽ നിന്ന് വന്ന സ്ത്രീയാണ്, ഇപ്പോൾ അവർക്ക് നല്ല ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ആണ്. പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു, ആ ഹസ്ബൻഡിനോട് പറയത്തില്ലേ ഒരു ഗ്യാസ് സിലിണ്ടറൊക്കെ വാങ്ങിച്ചു തരാൻ? അപ്പോൾ അവൾ പറയുവാണ്, ഒന്നുകിൽ എന്നോട് പറയും സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുപോവാ, അല്ലെങ്കിൽ നിൻ്റെ സ്വർണം താ, എങ്കിൽ ഞാനിതൊക്കെ വാങ്ങിച്ചു തരാമെന്ന്. അപ്പം എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്, ശരിയാണ്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, ഇത്രയും വർഷം സാക്രിഫൈസ് ചെയ്തു. പിന്നെ എല്ലാവരും ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒട്ടുമിക്കവാറും ആൾക്കാരും പിന്നീടുള്ള ജീവിതവും ഇങ്ങനെ അങ്ങ് തള്ളി നീക്കും. അതോടൊപ്പം തന്നെ ഇവൾ പറഞ്ഞ മറ്റൊരു കാര്യം, അതായത് ഇവൾക്ക് കിടപ്പറയിൽ പോലും അവഗണനയാണ് കിട്ടുന്നത്. അപ്പം ഏത് കാര്യത്തിൽ സന്തോഷിക്കും? അപ്പം ഇത്രയ്ക്ക് വിഷമവും പ്രയാസവും വരുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ? നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണ്ടേ? എനിക്ക് സ്ത്രീകളോട് പറയാനായിട്ടുള്ളത്, വിദ്യാഭ്യാസമുള്ളവർ ഏത് രീതിയിൽ, ഏതെങ്കിലും രീതിയിൽ തുടർന്ന് പഠിക്കാനോ ജോലി കണ്ടെത്താനോ, അത് എല്ലാം ഓഫീസിൽ പോയി തന്നെ ജോലി ചെയ്യണമെന്നില്ല, തങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് സ്വയമായിട്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ നോക്കണം. പക്ഷേ ഈ സമയത്ത് അതോടൊപ്പം എനിക്ക് കുട്ടികളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ അമ്മമാർ നേരം വെളുത്ത് വൈകിട്ട് പാതിര വരെ നിങ്ങൾക്ക് വേണ്ടിയും വീടിന് വേണ്ടിയും കഷ്ടപ്പെടുന്നു. ആ കഷ്ടപ്പാട് ഒരുപക്ഷെ നിങ്ങളുടെ അപ്പൻ അഥവാ വീട്ടിലുള്ള മറ്റാൾക്കാർ കാണുന്നില്ലെങ്കിലും നിങ്ങളൊന്ന് കാണുക. നിങ്ങൾ പ്രത്യേകിച്ച് പെൺമക്കൾ, കാരണം എൻ്റെ ഒരു ഇതിൽ പെൺമക്കൾ എന്തെങ്കിലും അപ്പന്മാരോട് പറഞ്ഞാൽ അവരത് കേൾക്കും. അപ്പം അമ്മയുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അപ്പന്മാരുടെ അടുക്കലും വീട്ടിലുള്ളവരുടെ അടുക്കലും ഇപ്പോൾ അമ്മയ്ക്ക് പറയാൻ പ്രയാസമാണെങ്കിൽ മക്കളായ നിങ്ങൾ കണ്ട് അത് ഒന്ന് പ്രസൻറ്റ് ചെയ്ത് തുടർന്നുള്ളൊരു ജീവിതമെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ അമ്മമാർക്ക് താങ്ങായിട്ട് തണലായിട്ടിരിക്കണം. പിന്നെ ഇതൊരു സെനോറിയോ. ഇനി അടുത്ത ഒരു കഥ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതേപോലെ തന്നെ നല്ലൊരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി, അവൾക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇനി പഠിക്കണ്ട, പഠിത്തത്തോടൊരു മടുപ്പ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. എന്നിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെയും അവരുടെ വീട്ടുകാരുടെയും സപ്പോർട്ടോടു കൂടി അവളൊരു പഞ്ചായത്ത് മെമ്പറായി. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ എത്തുന്ന സ്ഥലം, ഏതൊരു പെൺകുട്ടിക്കും ചെല്ലുന്ന സ്ഥലത്ത് നല്ല സപ്പോർട്ടും അവൾക്ക് ഉയരാനും വളരാനുമുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ കാണാം, നിങ്ങളുടെ മുമ്പിൽ തന്നെ അവർ ഓരോ സ്റ്റെപ്പുകളും പടിപടിയായി ഉയർന്ന് നിങ്ങളുടെ തന്നെ കുടുംബത്തിൻ്റെ മഹിമ ഉയർത്തുന്നത്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതെ, നിഷ സജി. ഭരണങ്കാവ് പഞ്ചായത്തിലെ പ്രസിഡൻ്റായിരുന്ന നിഷ സജിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ പ്രസൻറ്റ് ചെയ്യുവാണ്. വരൂ, നമ്മൾക്ക് നിഷയിൽ നിന്ന് കേൾക്കാം അവളുടെ പ്രവർത്തനങ്ങളും അവൾ എങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നെന്നും. ഹായ്, ഞാൻ ജയ റജിമത്തായി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിസ്സസ് നിഷ സജി. മിസ്സസ് നിഷ സജിയെ പറ്റി പറയുമ്പോൾ പഞ്ചായത്ത് മെമ്പറായിട്ട് 5 വർഷം ഏത് പഞ്ചായത്തിലാണ് വർക്ക് ചെയ്തത്? പള്ളിക്കാവ് പഞ്ചായത്തിൽ വർക്ക് ചെയ്ത ആളാണ്. പക്ഷേ നിഷ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി വരാനായിട്ടുള്ള കാരണം? വീട്ടിൽ ഇങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത്
രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ പറഞ്ഞു ഇലക്ഷൻ ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ചു. ആദ്യമൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അതിനെ സമ്മതിച്ചു. പിന്നെ അങ്ങനെ നിന്നു, ഏതായാലും നിന്ന് ജയിച്ചു. അങ്ങനെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വാർഡിൽ നമുക്ക് പോകാൻ പറ്റി. നല്ല ആൾക്കാർക്കൊക്കെ നല്ല ഹെൽപ്പായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ പൊതുപ്രവർത്തനത്തോട് എനിക്കൊരു താല്പര്യം വന്നു. പിന്നെ എല്ലാവരോടും നല്ല ഒത്തൊരുമയോട് തന്നെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പൊതുപ്രവർത്തനത്തിൽ താല്പര്യമുണ്ടായിരുന്നു? കുറച്ചൊക്കെ വീട്ടില് ഇലക്ഷന് ക്ലാസ്സിലൊക്കെ ഇലക്ഷന് നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. പിന്നെ സമര പരിപാടികൾക്ക് ചിലതിനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അന്നൊരു ഇതായിട്ട് വന്നു. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ വിട്ടു. പിന്നെ കുറേ വർഷമായിട്ട് അങ്ങനെ ഇല്ല. പിന്നെ ഇലക്ഷൻ പിന്നെയും വന്ന് നിന്നു. അങ്ങനെ നമുക്ക് എനിക്ക് പിന്നെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോട് വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് അതൊന്നും കൂടി ഇഷ്ടപ്പെട്ടു. അപ്പം പ്രീ ഡിഗ്രി ഞാൻ നിഷയോട് സംസാരിച്ചപ്പോൾ പ്രീ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് അന്നേരം കല്യാണം നടന്നത്. അപ്പം പ്രീ ഡിഗ്രി പഠിച്ച സമയത്ത് ഇനി പഠിക്കണ്ട എന്ന് തോന്നിയോ? പഠിത്തത്തിനോട് താല്പര്യമില്ലായിരുന്നോ? എന്നെ നഴ്സിങ്ങിനൊക്കെ കൊണ്ടുവന്ന് വിട്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും അവരുടെ കൂടെ തന്നെ തിരിച്ചിരിക്കുന്നു. അപ്പം പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഇനി കല്യാണം കഴിപ്പിക്കാനായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്നെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു. അതായത് എനിക്കറിയാം, എൻ്റെ കൂടെ പല കുട്ടികളുണ്ടായിരുന്നു. അവർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടത്തില്ല, പഠിക്കാൻ പുറകോട്ടുള്ളവരെ. അപ്പം ഞാൻ വിചാരിച്ചു സാമ്പത്തികമായിട്ട് നന്നായിട്ടുള്ള പിള്ളേരെയൊക്കെ വേഗം കെട്ടിച്ചു വിടും. എനിക്കൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ എന്നാലും കല്യാണം കഴിച്ചു പോയപ്പോൾ അയ്യോ ഇവർ ഈ പഠിത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയല്ലോ എന്നോർത്ത് അവരെയൊക്കെ ഞാൻ ആരാധനയോടെ നോക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങി തിരിച്ചു. അപ്പം ആരായിരുന്നു കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത്? ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പം പഞ്ചായത്ത് മെമ്പറായിട്ട് വർക്ക് ചെയ്തപ്പം അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും? പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഒരു ഡേ കെയർ പോലെയുണ്ട്. അപ്പോൾ അവിടെ ഒരു അനാഥ കുട്ടി വന്നായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ഓർഫനേജിലാക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിരുന്നു. കാരണം ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. അവരിങ്ങനെ ഭിക്ഷ യാചിക്കുന്നിടത്തു നിന്നെങ്ങാണ്ട് എടുത്തോണ്ട് വന്നതായിരുന്നു. അങ്ങനെ അതിനെ രക്ഷപ്പെടുത്തി. ഇപ്പം അതിന് കുറേ വയസ്സൊക്കെ ആയി. ഇങ്ങനെ ഇടയ്ക്കൊക്കെ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാറുണ്ട്. പിന്നെ പ്രായമുള്ള ആൾക്കാർ അവന്റെ പേരൻസ് ആരാന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കുഞ്ഞിനെ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യാൻ ഞാൻ അതിനൊരു എൻ്റെ മോളുടെ തന്നെ ഒരു കമ്മലൊക്കെ വാങ്ങിച്ച് മോട്ടിന്റെ തന്നെ വാങ്ങിച്ചൊക്കെ ഇട്ട് കൊടുത്തൊക്കെയാണ് വിട്ടത്. അപ്പോൾ വിശേഷങ്ങൾ അറിയാറുണ്ട്. പിന്നെ ദൂരെ ആയതുകൊണ്ട് ഓർഫനേജ് പിന്നെ നമ്മൾ പോകാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ പ്രായമുള്ളവരെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. എന്തൊരാവശ്യത്തിനും നമ്മളെ വിളിക്കും ആൾക്കാർ. അതൊന്ന് ചെയ്യുക, അല്ല ഇതൊന്നും എടുക്കുമോ, അല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ഏത് മേഖലയിൽ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം? ഇനിയിപ്പം കൂടുതലായിട്ട് താല്പര്യം ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കണമെന്ന് ഇനി ഒരു അടുത്ത ഇലക്ഷനിൽ ജയിച്ചാൽ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കണമെന്നാണ്? അതായത് കുട്ടികൾക്ക് എനിക്ക് പ്രായമുള്ള ആൾക്കാർ, കാരണം ഒത്തിരി പേരൻസ് ഇവിടെ മക്കളെല്ലാം പോയിട്ട് പേരൻസ് തന്നെ താമസിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ കുട്ടികളെ പറ്റി പറയുമ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയില്ല. കാരണം ഡ്രഗ്സും ആയാലും മദ്യമായാലും എല്ലാം കഴിച്ച് ഒരു നമുക്ക് പിള്ളേരെടുത്ത് അടുക്കാനേ പറ്റത്തില്ല. എനിക്ക് നോക്കിയിട്ട് പിള്ളേരെല്ലാം ഇവിടുന്ന് പോകുന്നത് തന്നെ ഈ ഒരു വിഷയം കൊണ്ടാണോന്ന് എനിക്ക് സംശയമാണ്. നമുക്ക് ഇവിടെയും അങ്ങനെയൊക്കെ ആക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. അല്ല, ഇപ്പൊ നിഷയോട് ഞാൻ സംസാരിച്ചപ്പോൾ നിഷ പറഞ്ഞായിരുന്നു നമുക്ക് നിഷയുടെയും ആഗ്രഹം നമ്മൾ ചെറുപ്രായത്തിലെ തന്നെ കുട്ടികളോട് ഇതിന്റെ ഡ്രഗ്സിന്റെയും ആൽക്കഹോളിന്റെ ഉപയോഗിച്ചാലുള്ള ദൂഷ്യഫലം എന്താണെന്ന് ഒരു ബോധവൽക്കരണം. നമ്മുടെ ഒരു പക്ഷേ ഒരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ നമ്മൾ പഞ്ചായത്ത് വഴിയും അല്ലാതെ ക്ലബ്ബ് വഴിയും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പം ആൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ പെൺകുട്ടികളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് സ്കൂളിലെ സിലബസിലൊന്നും ഇല്ലല്ലോ. സിലബസിലോട്ട് വന്നിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ വന്നാൽ ഒന്നും കൂടി ഇതിനെ ഒരു ബോധവൽക്കരണം വന്നാൽ കുറേയൊക്കെ മനസ്സിലാകുമെന്നാണ് പറയുന്നത്. അതാണ് ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇത് നമ്മള് ബോധവൽക്കരണ ക്ലാസ് ഒരു ദിവസം കൊണ്ട് അങ്ങ് തീർന്നു. അതേസമയത്ത് സ്കൂളിൽ ഇതൊരു റെഗുലർ ഒരു സിലബസിന്റെ ഭാഗമായിട്ട് നമ്മളുണ്ടല്ലോ മോറൽ സയൻസ് എന്നൊക്കെ പറയുന്ന അതിനകത്ത് ഇത് ഉൾക്കൊള്ളുവാണെങ്കിൽ അപ്പൊ കുട്ടികൾക്ക് ഇത് കൂടുതലായിട്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമ്മുടെ എല്ലാ സിനിമയിലും
നായകൻ അല്ലെങ്കിൽ നായിക ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഓർക്കും ഇത് ഏതാണ്ട് നല്ല കാര്യമാണ്. ടെൻഷൻ വരുമ്പോ എനിക്ക് പല പക്ഷെ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി അതൊക്കെ എടുക്കുന്ന പിള്ളേരാണ് നല്ലതെന്നാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ആൺപിള്ളേരോട് അങ്ങനെ ഒരു കാര്യം എത്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആണല്ലേ, അതാ ഞാൻ പറഞ്ഞ ചെറുപ്പത്തില് കുട്ടികൾക്ക് അതിലൊരു സിലബസിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്താല് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നിഷ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിയൊന്നും ആയിട്ടില്ല. നിഷ നാളെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയായിട്ടൊക്കെ വരുവാണെങ്കിൽ, കാരണം നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ വളരുന്ന തലമുറയാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ. അപ്പൊ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഇതിന്റെ ഉപയോഗത്തെ പറ്റിയുള്ള ദൂഷ്യഫലം പറഞ്ഞു മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ സിനിമയിലും നമ്മുടെ മീഡിയ വഴിയുള്ള ഇതിന്റെ അഡ്വർടൈസ്മെന്റ്, അതായത് ഏത് നായകനും സ്ട്രെസ് എടുക്കുമ്പം ഇത് കുടിച്ച് ഇവനൊരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്നയാളും IAS ഓഫീസറായിട്ട് അഭിനയിക്കുന്ന ആളും സിനിമയ്ക്കകത്ത് ഡ്രഗ്സോ ആൽക്കഹോളോ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരുടെ വിചാരം ഇത് കഴിച്ചാല് എനിക്ക് ഏതാണ്ട് എക്സ്ട്രാ പവർ കിട്ടും, ഇതുകൊണ്ട് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ മീഡിയ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് എൻ്റെ ചെറുപ്രായത്തില് എല്ലാവരും സിഗരറ്റ് വലിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി ഒന്ന് സിഗരറ്റ് വലിക്കണമെന്ന്. അപ്പൊ ഈ നമ്മുടെ പൊങ്ങല്യത്തിന്റെ തണ്ടെടുത്തിട്ട് അതിനകത്ത് പുല്ല് നിറച്ച് വലിയ സ്റ്റൈലിൽ ഞാനും എൻ്റെ ആങ്ങളെയും കൂടി ഇരുന്ന് ഇങ്ങനെ പുക വലിച്ചോണ്ടിരിക്കുക. അപ്പം എൻ്റെ അങ്കിള് വന്നിട്ട് പറഞ്ഞു, അടി തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതൊന്നും വലിക്കാനുള്ള പ്രായമായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വലുതാകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ എനിക്ക് റോങ് മെസ്സേജാണ് കിട്ടിയത്. കാരണം ഇത് എനിക്ക് വലുതായാലും ഇത് ഉപയോഗിക്കാം, പക്ഷെ ഇതല്ല, ഇത് ഏത് പ്രായത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനമാണെന്ന് നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യമായി. നമുക്ക് അതുപോലെ തന്നെ നിഷയുടെ ആഗ്രഹം നമ്മുടെ പ്രായമായവർക്ക് താമസിക്കാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണം. പിന്നെ സ്ത്രീകളെ പറ്റി എന്താണ് പറയുന്നത്? സ്ത്രീകളെ പറ്റി ഇപ്പോഴും ആ ഒരു എന്താ പറയാ, ആ ഒരു പുരുഷ മേധാവിത്വത്തോടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും സ്ത്രീക്കും അതിന്റെ അനുസരിച്ചുള്ള ഒരു സമത്വം വേണമെന്നാണ്. അത് ശരിയാണ്. അതായത് നമ്മൾ ഇതാണ് ആഗ്രഹിക്കേണ്ടത്, സ്ത്രീയെ സ്ത്രീയായിട്ട് കാണുക, പുരുഷനെ പുരുഷനായിട്ട് കാണുക, പരസ്പരം ബഹുമാനിക്കുക. സ്ത്രീ ഒരിക്കലും പുരുഷനാകാൻ നോക്കരുത്, പുരുഷൻ ഒരിക്കലും സ്ത്രീ ആകരുത്. എല്ലാവരും സെപ്പറേറ്റ് ആണ്, ഓരോരുത്തർക്ക് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. പരസ്പരം അംഗീകരിക്കാൻ ഒരു മനസ്സ് വേണം, അങ്ങനെ മുമ്പോട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം നമ്മുടെ പഞ്ചായത്തിലാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. നമ്മുടെ പരിസ്ഥിതിയെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ പറ്റി പറയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പം ഉണ്ട്. നമ്മുടെ പഞ്ചായത്ത് അത് അതിന്റെ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് അവര് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളും കൂടെ ഓരോരുത്തരും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചാലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. അതാണ് ഇവിടെ ഇപ്പൊ നടക്കുന്ന പ്രശ്നം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങളെല്ലാം ഇവിടുന്ന് പുറത്തോട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പം അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടുത്തെ ഒരു കൾച്ചറിനോട് അവർ ഇഷ്ടപ്പെടുന്നു, നാട്ടിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. കൾച്ചറിന്റെ മാത്രമല്ല, കാരണം ഇപ്പൊ ഞാൻ വരുവാണെങ്കിലും നമ്മൾക്ക് നമ്മുടെ പരിതസ്ഥിതി നീറ്റ് ആൻഡ് ക്ലീൻ, പിന്നെ ജോലി സാധ്യത, പിന്നെ പഠിച്ചോണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്യാൻ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം പുറത്തു പോകണമെന്നുള്ള ഒരു ട്രെൻഡാണ്. പക്ഷെ കുറച്ചൊക്കെ നമുക്ക് ഇപ്പം നമ്മുടെ രാജ്യവും അതുപോലെ നമ്മുടെ സ്ഥലവും അതുപോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരും പോവില്ല. അതാണ് ഞാനൊക്കെ പഠിച്ചു വളർന്ന സമയത്ത് എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. നമ്മൾ നിവൃത്തിയില്ലാതെ പോയവരാണ്. പക്ഷെ ഇപ്പം ഞാൻ കാണുന്നത് നിവൃത്തിയുള്ളവരും, കാരണം അവർ ബെറ്റർമെന്റിനും ബെറ്റർ ലൈഫ് സ്റ്റൈല്, ബെറ്റർ എഡ്യൂക്കേഷൻ, ബെറ്റർ മണി, പിന്നെ അതുപോലെ തന്നെ ബെറ്റർ റെസ്പെക്ട്, പിന്നെ ക്ലീൻ എൻവയോൺമെന്റും. പക്ഷെ അവിടെയും അത് സ്വയം ഉണ്ടായതല്ല, അവിടെയുള്ള ആൾക്കാർ അത് കഷ്ടപ്പെട്ട് നേടിയതാണ്. അപ്പൊ നമ്മൾക്കും നാളെ അങ്ങനെ നമുക്ക് ഞാൻ പറയുവാണ്, എനിക്ക് അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ ഇവിടെ കിട്ടിയാൽ ഞാനിവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കുറഞ്ഞത് നമ്മുടെ പരിസ്ഥിതിയെങ്കിലും ഒന്ന് ക്ലീൻ ആയിട്ട്, ഈ കൊതുകുകളെയൊക്കെ ഒന്ന് കുറച്ച്, കൊതുകൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല, അതിന് കുറച്ച്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഉണ്ടെങ്കിലും നമ്മുടെ തോട് പൂർണ്ണമാകുന്നില്ല ഒന്നും, അതിന് നമ്മൾ കുറച്ചും കൂടെ
അത് ജില്ലാ തലത്തിലും പഞ്ചായത്ത് തലത്തിലും മൊത്തത്തില് രാഷ്ട്രീയമായാലും എല്ലാം അതിനൊക്കെ സപ്പോർട്ടും കൂടെ ഉണ്ട്. കാരണം എന്തുകൊണ്ട് നമ്മളിപ്പോ ഈ കവറുകൾ വരുന്നത് കൊണ്ടല്ലേ, വേസ്റ്റ് കവറുകൾ വരുന്നത്, എന്തുകൊണ്ട് കവർ നിർത്തലാക്കുന്നില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ബിനാമി ഏർപ്പാടിലൊക്കെ പോകുന്നത് കൊണ്ട് അല്ല, അതുമല്ല നമ്മള് പ്രോപ്പർ ഡിസ്പോസല്, അതല്ല ഇതൊക്കെ കവറൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് പൂർണ്ണമായിട്ട് ചിലപ്പോൾ പക്ഷേ ക്വാളിറ്റി കുറഞ്ഞത് ഒഴിവാക്കാം. ഇപ്പൊ റോഡ് സൈഡിലൊക്കെ കുറെ ആൾക്കാരെല്ലാം കച്ചവടം ചെയ്യുന്നതൊക്കെ വെറും പന്ന കവറുകളാണ് കൊടുക്കുന്നത്. അതൊക്കെ നിർത്തൽ ചെയ്തതാണ് ഒരു സമയത്ത്, വീണ്ടും അത് വീണ്ടും ആയി, അങ്ങനെയൊക്കെയാ കൂടുതലും ഇതാവുന്നത്. അതും അങ്ങോട്ട് ശരിയായിട്ട് വരുന്നത്. നിയമങ്ങൾ വന്നാൽ ആ നിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ അതാണ് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ, അതും നിയമം ഒന്നുള്ളത് നമ്മൾ പോലീസുകാരോ നിയമപാലകരോ കാണുമ്പോൾ മാത്രം ഫോളോ ചെയ്യാനുള്ളതല്ല. ഇത് നമ്മളെന്നും ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഓരോ നിയമങ്ങളും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നന്മയ്ക്കും വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ളവരെല്ലാം ഓടിപ്പോയി നമ്മുടെ നാട് ആളില്ലാതെ ആയിപ്പോവും. അപ്പം നിഷയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വളർന്നു വരുന്ന യുവതലമുറയോട് പറയാനായിട്ടുണ്ടോ? യുവതലമുറയോട് പറയാൻ, നമ്മൾ ഇവിടെ തന്നെ കൂടുതലും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നോക്കി കുറച്ച് ഇവിടേക്ക് ജീവിക്കാനായിട്ട്. നമ്മുടെ നാടെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും, ഞങ്ങൾക്കൊരു സ്വപ്നമായിട്ട് തീരാതെ ഞങ്ങൾക്കും ഇവിടെ ഒന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾക്ക് അവിടെ കിട്ടുന്ന ആ ഫെസിലിറ്റിയുടെ കുറച്ചംശമെങ്കിലും ഒരു നല്ല സുന്ദരമായ ഈ വേസ്റ്റ് ഒന്നുമില്ലാതെ ക്ലീനായിട്ടുള്ള സന്തോഷവും സമാധാനപരമായ ഒരു നാട് ആരാണ് ആഗ്രഹിക്കാത്തത്? അത് കിട്ടിയാൽ ഞങ്ങളും വരും, നമ്മുടെ കുട്ടികളും എങ്ങും പോകത്തില്ല. അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം, അവർക്ക് ഏത് കോഴ്സ് എടുക്കാനാണോ ഇഷ്ടം അതിൽ പഠിച്ചു ജോലിയോടൊപ്പം പഠിച്ച് അവർക്ക് ഇവിടെ നമ്മൾക്കൊരു നല്ല സാഹചര്യം ഉണ്ടാക്കിയാൽ നമ്മുടെ കുട്ടികൾ ആരും എങ്ങും പോകത്തില്ല. പിന്നെ നാളെ ഈ പഞ്ചായത്ത് ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് വന്ന് പിന്നെ അത് ഓരോ പഞ്ചായത്തിലോട്ടും മാറി നമ്മുടെ കേരളത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് നമ്മുടെ പഞ്ചായത്ത് വരട്ടെ. അതുപോലെ തന്നെ നല്ല സാഹചര്യങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നിഷയ്ക്ക് അതിനുള്ള സാഹചര്യം ഇനിയും പൊതുജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. ആർക്കറിയാം, നാളെ നമ്മുടെ ഒരു കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് തന്നെ നിഷ വരട്ടെ. ഞാൻ നിഷയിൽ കണ്ട ഒരു നല്ല ക്വാളിറ്റി, ഞാനിവിടെ പലരോടും സംസാരിച്ചു. നിഷ ഒരു സൈലന്റ് വർക്കറാണ്. ചിലര് സംസാരിക്കും, പക്ഷെ പ്രവൃത്തിയിൽ അത് കാണത്തില്ല. പക്ഷെ ചിലര് അവരുടെ അതുകൊണ്ടല്ലേ നിഷയെ തിരഞ്ഞെടുക്കാൻ കാരണം, നിഷയുടെ സംസാരം കേട്ടിട്ടല്ല, നിഷയുടെ പ്രവൃത്തി കണ്ടിട്ടാണ്. പക്ഷെ നമുക്ക് ചിലർക്കുണ്ട് പ്രവൃത്തിയും സംസാരവും, പക്ഷെ ചിലർക്ക് സംസാരം കുറവാണെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നു. പക്ഷെ ഓരോരുത്തരുടെയും അവരുടെ കഴിവെന്താണ് അത് മനസ്സിലാക്കി ജനങ്ങൾ മനസ്സിലാക്കി തിരഞ്ഞെടുക്കട്ടെ. നല്ലൊരു കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അതിനുള്ള സാഹചര്യം പൊതുജനങ്ങൾ തരട്ടെ. അതിനുള്ള എല്ലാവിധ ആശംസകളും ഇത്രയും സമയം ഞങ്ങൾക്കായി തന്നതിനായിട്ട് ഒത്തിരി നന്ദി. താങ്ക് യു. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ നിഷയിൽ നിന്ന്, നിഷ എങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി തീർന്നതെന്ന്. അപ്പോൾ എനിക്ക് ഈ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ തീം എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരിക്കലും പെണ്ണിനെയും ആണിനെയും കംപ്ലീറ്റ്ലി ഈക്വലായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ശരിയാണ്, ഈക്വാലിറ്റി വേണം. എവിടെയാണ്? എഡ്യൂക്കേഷനിൽ. അതെ, ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും ഒരേ തരത്തിലുള്ള എഡ്യൂക്കേഷൻ അതിനവർ അർഹരാണ്. അതിൽ ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ എഡ്യൂക്കേഷൻ അനുസരിച്ച് സാലറിയിലും ഒരിക്കലും ആണിന് സാലറി കൂടുതൽ പെണ്ണിന് സാലറി കുറവ് അങ്ങനെ വരരുത്. നമ്മൾ മെയിനായിട്ട് നമ്മൾ കാണുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് അത്രയ്ക്ക് നല്ലതായിട്ട് അറിയത്തില്ല, പക്ഷേ കണ്ടതും കേട്ടതിലും വെച്ച് നോക്കുമ്പം എപ്പോഴും ഹീറോയ്ക്ക് ഭയങ്കര സാലറിയും ഹീറോയിന് ഭയങ്കര സാലറി കുറവും അത് പ്രൊമിനൻ്റ് ആയിട്ട് കാണുന്നു. പക്ഷേ അതുപോലെ തന്നെ പല ഫീൽഡിലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ട് സാലറി, അത് ശരിയല്ല. പിന്നെ റെസ്പെക്റ്റ്, ബഹുമാനം, ആണിനെ ആണായിട്ട് കാണണം, പെണ്ണിനെ പെണ്ണായിട്ട് കാണണം. ബഹുമാനം എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമാണ്. ഇവിടെയൊക്കെയാണ് നമുക്ക് ഇക്വാലിറ്റി വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം,
ഒരിക്കലും ഒരു പെണ്ണിനെ ഒരു ഒബ്ജക്റ്റായിട്ട് കാണില്ല. അതായത് വളരെ അശ്ലീലം കലർന്ന ചുവയിലുള്ള സംസാരങ്ങൾ നമ്മുടെ സിനിമയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിൽ നിന്നും അത് എടുത്തു മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആണും പെണ്ണും ഒരുപോലെ അല്ല എന്ന് പറയുന്നതിനുള്ള മെയിൻ കാരണം ഇതാണ്. അതായത് നമ്മളൊന്നോർത്തെ, ആണിനെ ഫിസിക്കലി തന്നെ നിങ്ങൾ നോക്ക്, ആണിനെ പോലെയാണ് പെണ്ണിരിക്കുന്നത്. ഫിസിക്കലി അല്ല, മെൻ്റലി അല്ല. നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ആണുങ്ങൾക്ക് അത്രയ്ക്ക് അവർ സെൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും, അതായത് ഒരു മാതൃത്വം, അതുപോലെ തന്നെ ഒരു അനുകമ്പ, ദീന, ഇതൊക്കെ പെണ്ണുങ്ങളിൽ ഇച്ചിരി കൂടുതലാണ്. ആണുങ്ങൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ അല്ലാത്തവരും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി ഇങ്ങനെ നമ്മളെ ആണിനെയും പെണ്ണിനെയും വ്യത്യസ്ത രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്ക് ഹോർമോണൽ ചേഞ്ചസ് തന്നെ. ആണിൻ്റെ ബോഡിയിലുള്ള ഹോർമോൺ ഡിഫറെൻ്റാണ്, പെണ്ണിൻ്റെ ബോഡിയിലുള്ള ഹോർമോൺ ഡിഫറെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യത്യസ്ത രീതിയിലാണ് ഈ സൃഷ്ടി തന്നെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ്ലി നമുക്ക് ഈക്വൽ ആകാൻ പറ്റുമെന്ന്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആണിനെ ആണായിട്ട് കണ്ടും പെണ്ണിനെ പെണ്ണായിട്ട് കണ്ടും റെസ്പെക്റ്റ് ചെയ്യുക, പരസ്പരം ബഹുമാനിച്ച് പരസ്പരം കരുതി മുമ്പോട്ട് പോകുന്നതല്ലേ നല്ലത്. അത് തന്നെയാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ശത്രു ആകരുത്. കാരണം പല വീടുകളിലും നമ്മൾ കാണുന്നതാണ്. ശരിയാണ്, അമ്മായിമ്മമാരൊക്കെ പറയും, ഓ എൻ്റെ അമ്മായിമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി, അതുകൊണ്ട് എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം, ഞാനിതൊക്കെ ഗോ ത്രൂ ചെയ്തതാണ്. അങ്ങനെയല്ല, നമ്മൾക്കിതൊക്കെ വന്നു, ഇനിയുള്ള തലമുറയ്ക്ക് ഇതൊക്കെ വരാതിരിക്കാൻ അവർക്കെങ്ങനെ സന്തോഷവും സമാധാനപരമായ ഒരു ജീവിതം കൊടുക്കാം, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 2025 ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ എനിക്ക് നിങ്ങളോട് അതാണ് പറയാനുള്ളത്. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് താങ്ങാകുക, വിഷമവും പ്രയാസവും ഉള്ളവർക്ക് ഒരു താങ്ങാകുക. പിന്നെ നമ്മുടെ പെൺകുട്ടികളെ പഠിക്കാൻ അനുവദിക്കുക, വളരാൻ അനുവദിക്കുക, ജോലി ചെയ്യാൻ അനുവദിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഇക്വാലിറ്റി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടെയുണ്ട്. ക്രിസ്ത്യൻ ഫാമിലികളിൽ വളരെ ചുരുക്കമായിട്ട് നടക്കുന്ന കാര്യമാണെങ്കിലും ഇതും കൂടെ അത്യാവശ്യമുള്ള മറ്റൊരു കാര്യമാണ്. അപ്പൻ്റെയും അമ്മയുടെയും മാതാപിതാക്കളുടെ സ്വത്തിന് പെണ്ണിനും ആണിനും ഒരേ അവകാശം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമുക്ക് ഇക്വാലിറ്റി വേണ്ടത്. ഇത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പറയൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. പിന്നെ എന്നെപ്പറ്റി നിങ്ങൾ ചോദിച്ചാൽ എന്നോട് ചോദിക്കുവാണ്, എന്താണ് ഒരു പെണ്ണായി ജനിച്ചതിൽ ആണോ ഇഷ്ടം, എന്താണ് അഭിമാനം? ഞാൻ പറയുന്നു, ഒരു ആണിനേക്കാൾ ഉപരി ഒരു പെണ്ണായിട്ട് ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. കാരണം ചെറുപ്പം മുതലേ നോക്കുമ്പം ശരി, ആണുങ്ങളുടെ ലൈഫ് ഇച്ചിരിയും കൂടെ ഈസി ആയിരുന്നു. അവർക്ക് പാത്രം കഴുകണ്ട, കുക്ക് ചെയ്യണ്ട, വീട്ടിലൊക്കെ ഭയങ്കര കരുതൽ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് പെണ്ണായിട്ട് ജനിക്കുന്നതായിരുന്നു ഇഷ്ടം. കാരണം എന്നിലെ ആ ഫെമിനിസ്റ്റം ഞാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ മാതൃത്വം ഞാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഒരു പെണ്ണായിട്ട് ജനിച്ചത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാരിയൊക്കെ ഉടുത്ത് നടക്കാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് പെണ്ണായിട്ട് ജനിച്ചതിൽ ഞാൻ എന്നും അഭിമാനിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഒരു പെണ്ണായിട്ട് ജനിച്ചതിൽ നിങ്ങൾ അഭിമാനിക്കുന്നോ ഇല്ലയോ? താങ്ക് യു ഫോർ വാച്ചിങ്.